കഥ തുടരുന്നു. ഇവിടെ 2 ബെഡ്റൂമുകൾ ഒഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നിലേക്ക് ഞാൻ വരാമമ്മ. ആഹാരമുണ്ടാക്കുന്ന ജോലിയും ക്ലീനിങ്ങുമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. ബാലുവിൻ്റെ ശുശ്രൂഷ മാത്രം ഉമ്മ നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് ഒരാഴ്ച സമയം തരണം. എൻ്റെ പേഷ്യൻസിനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ജീവിക്കാൻ പണം വേണമല്ലോ. ആയിക്കോട്ടെ സിൻഡ്രല്ല, ഉമ്മ തലകുലുക്കി. ഒരാഴ്ചയോ അതിലധികമോ എടുത്തോളൂ. സിൻഡ്രല്ല വരുമെന്നൊരു പ്രതീക്ഷ മാത്രം മതി എനിക്ക്. കാത്തിരുന്നോളാം ഞാൻ. സന്തോഷമായി സിൻഡ്രല്ല മടങ്ങിപ്പോയി. ഉമ്മ അപ്പോൾ തന്നെ പത്ര ഓഫീസിലേക്ക് വിളിച്ച് അറിയിപ്പിനുള്ള മാറ്റം നൽകി. പണവും അയച്ചു. അമ്മു ചോറ്റാനിക്കരയുള്ള വൃദ്ധയുടെ വീട്ടിലുണ്ടാവണമെന്ന സംശയം അവൾ പാടെ തട്ടിയെറിഞ്ഞെങ്കിലും ഉമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള ഒരുക്കങ്ങൾക്കിടയിലും സിൻഡ്രല്ല ആ ടാക്സി ഡ്രൈവറെ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അയാളുടെ ഫോൺ നമ്പറോ പേരുമോ അവൾക്കറിയില്ലായിരുന്നു. എന്നാൽ ആ ഡ്രൈവർ കൊണ്ടുവന്ന കുട്ടികളിൽ ഒരാളുടെ അച്ഛൻ്റെ പേരും ഫോൺ നമ്പറും സിൻഡ്രല്ലയുടെ കേസ് രജിസ്റ്ററിലുണ്ടായിരുന്നു. രാമകൃഷ്ണൻ എന്ന അയാളുമായി അവൾ ബന്ധപ്പെട്ടു. ആ ഡ്രൈവറുടെ പേര് ചന്ദ്രൻ എന്നാണ് ഡോക്ടർ. അവൻ്റെ നമ്പർ എൻ്റെ ഫോണിലാണുള്ളത്. അതുടനെ ഞാൻ ഡോക്ടറെ ഫോണിലേക്ക് സെൻഡ് ചെയ്തോളാം. ആ നമ്പർ കിട്ടിയത് സിൻഡ്രല്ല ചന്ദ്രനെ വിളിച്ചു. എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ കുട്ടിയില്ലേ, ശ്രീദേവി, അവളെ എനിക്കൊന്ന് കാണുമല്ലോ ചന്ദ്ര. അയ്യോ, ഇതെന്തായി പറയുന്നത്? ചന്ദ്രൻ ഇളകി കളിച്ചു. ഡോക്ടർ പറഞ്ഞത് ഡോക്ടറുടെ വീട്ടിൽ പണിക്കാരെ നിർത്തിയിട്ടില്ലെന്നല്ലേ? അപ്പം ഈ പറഞ്ഞത് കളവായിരുന്നല്ലേ? കളവല്ല ചന്ദ്ര, ഓർമ്മിപ്പിച്ചത്. ശ്രീദേവി എന്ന അവളുടെ പേര് പോലും ഞാൻ മറന്നുപോയിരുന്നു. കാരണം കുറച്ച് ദിവസമേ അവൾ അവിടെ നിന്നിരുന്നുള്ളൂ. സത്യത്തിൽ എൻ്റെ വീട്ടിലല്ല അവൾ നിന്നത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവിടുന്ന് അവൾ എന്തോ പ്രശ്നത്തിൽ പോയി കളഞ്ഞതാ. എന്ത് പ്രശ്നമാണ് ഡോക്ടറെ? അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ചന്ദ്രൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. അവളെ എൻ്റെ അടുത്തൊന്ന് വിളിച്ചുകൊണ്ട് വരണം. അതിനുവേണ്ടി ചന്ദ്രന് ഞാനൊരു തുക തന്നിരിക്കും. അയ്യോ, അതൊന്നും പറ്റില്ല ഡോക്ടറെ. ആ കൊച്ചിപ്പം നിൽക്കുന്നത് പേരുകൊട്ട് കേട്ടൊരു ഇല്ലത്ത. വലിയമ്മ എന്നാണ് ഞാൻ ആ അമ്മച്ചിയെ വിളിക്കുന്നതെങ്കിലും അവരൊരു അന്തർജനമാ. ഡോക്ടറെക്കാളും പേരും പദവുമുള്ള 8 മക്കളാണ് അവർക്കുള്ളത്. ആരും കൂടെയില്ലെങ്കിലും അവരൊന്ന് ഫോൺ ചെയ്താൽ മതി. പോലീസ് വന്ന് എന്നെ പൊക്കും. അവരുടെ തിരുമേനിയാന്ന് മരിച്ചു പോയെങ്കിലും പേരുകെട്ടൊരു ജഡ്ജിയായിരുന്നു. എങ്കിൽ ചന്ദ്രൻ എന്നെ ആ ഇല്ലം വരെ ഒന്ന് കൊണ്ടുപോയാൽ മതി. അതിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. കണ്ടു കഴിയുമ്പോൾ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കരുത്. ഞാൻ കുഴപ്പത്തിലാകും. വലിയമ്മയ്ക്ക് ആ കൊച്ചിനെ വലിയ കാര്യമാണ്. കൊച്ചുമോളെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഡോക്ടറെ വീട്ടിൽ നിന്ന കാര്യം അവൾ പറഞ്ഞപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. സത്യം ചന്ദ്ര, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി. എന്ന് വേണം? ഇന്ന് പറ്റിയാൽ ഇന്ന് പറ്റുകയല്ല. 2-3 ദിവസത്തേക്ക് എനിക്ക് ഓട്ടത്തിൻ്റെ തിരക്ക് തീർത്ത് എന്നെ വിളിക്കുമോ? ചന്ദ്രന് ഞാനൊരു തുക തന്നിരിക്കും. വിളിക്കാന്നേ. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന പ്രമാണക്കാരനാണ് ഞാൻ. ചന്ദ്രൻ പക്ഷേ സിൻഡ്രല്ല പറഞ്ഞതെല്ലാം വീഴാതെ കെടാതെ ഇല്ലത്തമ്മയുടെ കാതിലറിയിച്ചു. ആ ഡോക്ടർ ഈ കൊച്ചിനെ കൊണ്ടുപോകും വലിയമ്മേ. എനിക്കൊരു തുക തരാമെന്ന് പറഞ്ഞിരിക്കുക. അതിലും വലിയൊരു തുക തന്നാലേ ഞാനിതിന്ന് ഒഴിയൂ. എത്ര തുക തരണം ഞാൻ ചന്ദ്രന്? വയസ്സായെങ്കിലും നല്ല വലിപ്പവും ഭംഗിയുമുള്ള ഇല്ലത്തമ്മയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത് പറഞ്ഞോളൂ ഇപ്പോൾ തന്നെ. ചന്ദ്രനൊന്ന് പതറി. വയസ്സായതിനാൽ അല്പം ഓർമ്മത്തെറ്റും ഭയവും ഒക്കെയുള്ള ആളാണ് ഇല്ലത്തമ്മയെന്ന് അയാൾക്കറിയാം. ചില്ലറ സൂത്രങ്ങളൊക്കെ ഈ അങ്ങാടിയിൽ ചിലവാകുമെന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷേ വലിയമ്മ ഇടഞ്ഞാൽ 2 കൈത്തണ്ടയിലും കയ്യാമം വീഴും. ആ ഓർമ്മയും ചന്ദ്രനുണ്ട്. അതുകൊണ്ട് ആൾ എന്തർത്ഥത്തിലാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതെന്നറിയാതെ അയാൾ ചുറ്റും ഒന്ന് കണ്ണുകൾ പരതി. പറഞ്ഞോളൂ ചന്ദ്ര, ഇല്ലത്തമ്മ ആവർത്തിച്ചു. ആരോരുമില്ലാത്ത ഈ കുട്ടിയെ ആ ഡോക്ടർ വന്ന് പിടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ എത്ര ലക്ഷം തരണം നിനക്ക് ഞാൻ? സംസാരത്തിൽ ആ സ്വരത്തിൻ്റെ മാർദ്ദവം നഷ്ടപ്പെട്ടപ്പോൾ വലിയമ്മ പിണങ്ങിയെന്ന ചന്ദ്രന് വ്യക്തമായി. അയ്യോ, അയാൾ വാക്കൈ പൊത്തി. ലക്ഷങ്ങളൊന്നും ചോദിച്ചില്ല, ആഗ്രഹിച്ചുമില്ല ഞാൻ. എങ്കിലേ അവരോട് വന്ന് കൊണ്ടുപോയിക്കോളാം പറയാ കുട്ടിയെ. 8 മക്കളുടെ അമ്മയാ ഞാൻ. ആ കൂട്ടത്തിൽ MBBS-ഉം FRCS-ഉം IPS-ഉം LLM-ഉം PhD-യും ഒക്കെ കഴിഞ്ഞവരുണ്ട്. ഈ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ആ ഡോക്ടർ വന്ന് അതിനെ കൊണ്ടുപോയിക്കോട്ടെ. അവൾക്ക് സമ്മതമായിരിക്കണം. അത് നിർബന്ധമാണ്. വേലക്കാരിയായിട്ടല്ല ഞാൻ ഇവളെ ഇവിടെ വളർത്തണത്. വരുന്ന അക്കാദമിക് ഇയറിൽ അവളെ ഞാൻ പഠിക്കാനയക്കും. ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയെ ബാലവേലയ്ക്ക് പ്രേരിപ്പിക്കാനാണെങ്കിൽ അവർ വരട്ടെ. നിയമമൊന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ട. അവളുടെ സ്വരം ഉയർന്നപ്പോഴേക്കും അകത്തുനിന്ന് അമ്മ ഓടി വന്നു. എന്താ മുത്തശ്ശി, ആരാ എന്നെ കൊണ്ടുപോകാൻ വരുന്നത്? ഒരു ഡോക്ടറാണത്രേ. ഡോക്ടറോ? അവൾക്ക് ഭയമായി. ഇല്ലത്തമ്മയുടെ മുന്നിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയിരുന്ന ചന്ദ്രൻ പെട്ടെന്ന് അമ്മുവിനോട് പറഞ്ഞു. കുട്ടി മുമ്പ് ജോലി ചെയ്യുന്ന വീട്ടിലെ ഡോക്ടറാ, ഡോക്ടർ സിൻഡ്രല്ല. അന്ന് മറൈൻ ഡ്രൈവിൽ വെച്ച് കൊച്ച് ആ ഡോക്ടറെ കണ്ടില്ലേ? സിൻഡ്രല്ല ആൻറ്റിന്ന് വിളിച്ചത്. അവരിപ്പം കുഞ്ഞിനെ കാണണമെന്ന് വാശി പിടിക്കുന്നു. അമ്മു അമ്പരപ്പിൽ ഇല്ലത്തമ്മയെ നോക്കി. കള്ളമായവൻ പറയുന്നത്, അവർ അറിയിച്ചു. മോൾ ആ ഡോക്ടറെ വിളിച്ചത് സത്യമാ. പക്ഷേ കുട്ടി ഇവിടെയുള്ള കാര്യം ആ ഡോക്ടർ എങ്ങനെ അറിഞ്ഞു? ഇല്ലത്തമ്മ അയാളെ നോക്കി. നീ ചെന്ന് പറയാതെ ഈ കുട്ടി ഇവിടെയുള്ള കാര്യം ആ ഡോക്ടർ എങ്ങനെ അറിയാനാ? സത്യം പറഞ്ഞോളണം. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? വയസ്സായെങ്കിലും എൻ്റെ പ്രജ്ഞ അറ്റിട്ടില്ല. എൻ്റെ പൊന്നു വലിയമ്മേ, ചന്ദ്രൻ തൊഴുതു. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. കുട്ടികളുടെ പഠന വൈകല്യത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാ അവർ.
അപ്പോൾ സൈക്കോളജിസ്റ്റാവും. അതെ, അയാൾ തലയാട്ടി. ഇവിടുന്ന് ധാരാളം കുട്ടികളെ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സ്വന്തം വണ്ടിയില്ലാത്തവരുടെ കുട്ടികളാണ് എൻ്റെ വണ്ടിയിൽ പോകുന്നത്. കൗൺസിലിങ്ങിനും കൊച്ചുങ്ങളെ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. പല കുട്ടികളും അവരുടെ ചികിത്സയിൽ മിടുക്കരാവുകയും ചെയ്തു. അമേരിക്കയിൽ പരിശീലനം കഴിഞ്ഞു വന്നവരവർ. എന്നിട്ടാണോ ആരോരുമില്ലാത്ത ഒരു കുട്ടിയെ തനിക്ക് കൈക്കൂലി തന്ന് സ്വന്തം വീട്ടുപണിക്കായി ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത്? അതിനുള്ള പരിശീലനമാണോ അവർ അമേരിക്കയിൽ പോയി നേടിയെടുത്തത്? സത്യം പറയാമല്ലോ വലിയമ്മേ, ആ ഡോക്ടർക്ക് ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാനോ അവിടെ വീട്ടുപണിക്ക് നിർത്താനോ ഒന്നും ഉദ്ദേശമില്ല. ഇതിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്നോ ആദ്യം ചോദിച്ചേ. ഇവിടുന്ന് വെളുത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞേ. എങ്കിൽ ഇയാളൊരു കാര്യം ചെയ്യേ, ഇല്ലത്തമ്മ പറഞ്ഞു. ആ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇവിടെ വന്ന് കണ്ടോട്ടെ, എനിക്കൊരു വിരോധവുമില്ല. എനിക്ക് ആരെയും കാണണ്ട. ഉടൻ അമ്മ കരഞ്ഞു. ഇങ്ങോട്ടാരും വരണ്ട മുത്തശ്ശി. ഇല്ലത്തമ്മയ്ക്ക് അത് അത്ഭുതമായി. അവർ കണ്ണുകൾ ചിമ്മാതെ അവളെ അടിമുടി നോക്കി. അതെന്താ അങ്ങനെ? കുട്ടിക്ക് നല്ല പരിചയമോ അടുപ്പമുള്ളത് കൊണ്ടല്ലേ മറൈൻ ഡ്രൈവിൽ വെച്ച് ആ ഡോക്ടർ കണ്ടപ്പോൾ നല്ല സ്വാതന്ത്ര്യത്തിൽ ഉറക്കെ ആൻറ്റി എന്ന് വിളിച്ചത്? അത്ര അടുപ്പമുള്ള ഒരാളെ ഇപ്പോൾ കാണണ്ടെന്ന് പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അത് ശരിയാ, ചന്ദ്രൻ തലയാട്ടി. എന്തോ കള്ളത്തരമുണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ, അതിന് യാതൊരു സംശയവുമില്ല. ആദ്യം ആ ഡോക്ടർ ശ്രീദേവി എന്നൊരു പേരിൽ ആരും അറിയില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആരോടൊക്കെയോ ചോദിച്ച് എൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച അവർ ഈ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞത്. അതിൽ എന്തോ ഒരു കുട്ടൻസില്ലേ വലിയമ്മേ? ആ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്കാലത്ത് അവർ ഓർഫനേജിലും പിന്നീട് വനിതാ ഹോസ്റ്റലുകളുമായി താമസിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവർ അനാഥയാണോ? ഇല്ലത്തമ്മയുടെ കണ്ണുകൾ വിടർന്നു. എങ്കിൽ അവരെയും എനിക്കൊന്ന് കാണണം. ഡോക്ടർ അനാഥയാണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ വലിയമ്മേ? അതുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ കേട്ടത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. വീടില്ലാത്തതുകൊണ്ട് വീട്ടുപണിക്ക് ആരെയും നിർത്തിയിട്ടില്ല. ഈ കൊച്ചിനെ കണ്ടതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചാണെന്ന്. ഇല്ലത്തമ്മ പെട്ടെന്ന് അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഒരേങ്ങലോടെ അവൾ മുഖം കുനിച്ചു. ഇത് കള്ളക്കരച്ചിലാണ് കേട്ടോ വലിയമ്മേ, അയാൾ പറഞ്ഞു. വലിയമ്മ എന്നാ വിചാരിച്ചാലും ഈ കൊച്ചൊരു പെരുങ്കള്ളിയാണെന്ന് കേട്ടോ. ഇത് പിറന്ന സ്ഥലത്ത് പോലും നേരും നെറിയുമില്ല. ചന്ദ്ര അധികമൊന്നും പറയണ്ട. ഇയാൾ ആ ഡോക്ടർ ഇവിടേക്ക് വരാൻ പറഞ്ഞോളൂ. എന്താ ഇതിലെ നേരം നിറയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. അതോടെ അമ്മുവിൻ്റെ ഏങ്ങലുകളുടെ ശക്തി കൂടി. ഇല്ലത്തമ്മയുടെ കണ്ണുകൾ വീണ്ടും അമ്മുവിലായി. എന്തിനാ കുട്ടിക്കറിയുന്നത്? കുട്ടിക്ക് ആ ഡോക്ടറെ കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഡോക്ടറെ കാണാൻ താല്പര്യമില്ലാത്തതേ, ചന്ദ്രനിടയിൽ കയറി. ആ ഡോക്ടറുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വിലപിടിച്ചത് എന്തെങ്കിലും അടിച്ചോണ്ടാവോ ഈ കുട്ടി പോന്നിട്ടുണ്ടാവുക? അല്ല അല്ല, അമ്മു നിലവിളിച്ചു. അതെ അതെ അതേ ഇണത്തിൽ അയാൾ ആവർത്തിച്ചു. ഇങ്ങനെ കണ്ണിൽ കണ്ടവരുടേതെല്ലാം കട്ടുകൊണ്ട് പോന്നാലേ കുട്ടിയായതിൻ്റെ പേര് ഇളവൊന്നും കിട്ടില്ല. ബാലകുറ്റവാളികളെ തടവിലിടാനും സർക്കാർ സ്ഥലങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ നല്ല തെരണ്ടിവാല് കൊണ്ടുള്ള അടി കിട്ടും. അതോടെ കക്കണ ശീലവും സ്ഥലം പറയും. പക്ഷേ അമ്മുവിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ടതോടെ ഇല്ലത്തമ്മയുടെ മനസ്സലിഞ്ഞു. അതെ ചന്ദ്ര, ആ ഡോക്ടറോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞോളൂ. ഈ കുട്ടി ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് ഇവളെന്താ അപഹരിച്ചു കൊണ്ട് പോകുന്നതെന്ന് ആ ഡോക്ടറോട് ചോദിക്കേ. അതിൻ്റെ വില എന്തായാലും ഞാൻ ചന്ദ്രൻ്റെ കയ്യിൽ തന്നെ തന്നേക്കാം. കുട്ടികളെ കരയിക്കണോ ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ചാവാൻ സമയത്ത് ബാലശാപം തലയിലേറ്റാൻ എനിക്ക് വയ്യ. വലിയമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇവളെന്താ ആ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ട് പോകുന്നതെന്ന് ആ ഡോക്ടറോട് ചോദിക്കണം കേട്ടോ. അതിൻ്റെ വില എന്തായാലും ഞാൻ ചന്ദ്രൻ്റെ കയ്യിൽ തന്നെ തന്നേച്ചോളാം. ചന്ദ്രൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. ചന്ദ്രന് വലിയ സന്തോഷമായി. ആ ഡോക്ടറോട് ചോദിക്കാതെ തന്നെ വലിയമ്മയുടെ അടുത്തുനിന്ന് നല്ലൊരു സംഖ്യ അടിച്ചെടുക്കാനുള്ള വഴി അയാളുടെ മുന്നിൽ തെളിഞ്ഞു. പക്ഷേ അന്ന് സന്ധ്യയ്ക്ക് അമ്മു നിലവിളക്ക് കൊളുത്താൻ പൂജാമുറിയിൽ കടന്ന സമയത്ത് ഇല്ലത്തമ്മ ചന്ദ്രൻ്റെ സെല്ലിലേക്ക് വിളിച്ചു. ചന്ദ്ര, എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണണം. ഈ കുട്ടിക്ക് എന്തോ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. ചന്ദ്രൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നാൽ മതി. ടാക്സി ഫെയർ ഞാൻ തന്നോളാം. എന്താ മറുപടി പറയേണ്ടതെന്ന് അയാളൊന്ന് ആലോചിച്ചു. ഡോക്ടർക്കുള്ള നഷ്ടപരിഹാരം തൻ്റെ കൈവശം തന്നേക്കുന്നതായിരുന്നു നല്ല നിർദ്ദേശം. അതാവുമ്പോൾ ഡോക്ടറെ ഈ കളത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. തനിക്ക് നല്ലൊരു സംഖ്യ തടയുകയും ചെയ്യും. എന്താ ചന്ദ്രൻ മിണ്ടാത്തത്? ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഈ സിൻഡ്രല്ല എന്ന പേര് അപൂർവമായതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ആളെ. കലൂരും പാലാരിവട്ടത്തുമൊക്കെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എന്തിനേ ഞാൻ വെറുതെ ജോലി തിരക്കുള്ള ചന്ദ്രനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല വലിയമ്മേ, എനിക്ക് ജോലി തിരക്കൊന്നുമില്ല. ഞാൻ തന്നെ ആ ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്നോളാം. പക്ഷേ ഉടനെ വേണം. അവർ വരും മുമ്പ് ഈ കുട്ടി എവിടേക്കെങ്കിലും ഒളിച്ചോടിക്കളയുമോയെന്ന് എനിക്ക് ശങ്കയുണ്ട്. 1-2 ആഴ്ചക്കകം ഞാൻ അവരെ വലിയമ്മയുടെ മുന്നിൽ എത്തിച്ചോളാം വലിയമ്മേ. 1-2 ആഴ്ചയോ? ഇല്ലത്തമ്മയുടെ ശബ്ദമുയർന്നു. 1-2 ദിവസത്തിനകം. അല്ലെങ്കിൽ ഞാൻ വേറെ വഴി കണ്ടുപിടിച്ചോളാം. സുഖമില്ലാത്ത ഒരു കുട്ടിയെ 1-2 ആഴ്ചയോളം ഒരു ചികിത്സയും ചെയ്യാതെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നാളെയോ മറ്റന്നാളോ. സമ്മതമാണോ ഇയാൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. എന്താ വലിയമ്മത്? ചന്ദ്രന് പരിഭ്രമമായി. വയസ്സായിട്ടും വലിയമ്മയ്ക്ക് വലിയ പിടിവാശിയും മുൻചുണ്ടിയുമാണല്ലോ. എന്തു കാര്യം എടുപിടിന്ന് നടക്കണം.
ഇക്കണക്കിന് ചെറുപ്പകാലത്ത് വലിയമ്മയുടെ ജോലിക്കാരെല്ലാം എത്ര ചീത്ത കേട്ടിട്ടുണ്ടാവും. ചന്ദ്രന് ഞാൻ ചീത്ത പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. എന്നാലും എനിക്കിപ്പോൾ വലിയമ്മയെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഏതായാലും 2 ദിവസത്തിനകം ഞാൻ ആ ഡോക്ടറെ വലിയമ്മയുടെ മുന്നിലെത്തിച്ചേക്കാം. ഈ വാക്ക് മാറരുത്. എൻ്റെ പൊന്നു വലിയമ്മേ, അയാൾ കിതച്ചു. ഞാൻ പരമാവധി നോക്കാം. വല്ല അക്കിടിയും പറ്റിപ്പോയാൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുക. ചന്ദ്രൻ ഫോൺ കട്ടാക്കി. അപ്പോഴേക്കും കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് അമ്മു ഉമ്മറത്തേക്ക് വന്നു. ദീപം, ദീപം, അവൾ മെല്ലെ മന്ത്രിച്ചു. പിന്നെ പടികളിറങ്ങി മുറ്റത്തെ തുളസിത്തറയിൽ ദീപം പകർന്നു. അമ്മേ നാരായണ, ദേവി നാരായണ. ഇല്ലത്തമ്മയും ജപിക്കാൻ തുടങ്ങി. തുളസിത്തറയിൽ നിന്ന് മടങ്ങി വന്ന അമ്മു ഇല്ലത്തമ്മയോട് ചോദിച്ചു, ആരാ മുത്തശ്ശി വിളിച്ചത്? ആ ഡ്രൈവറാ ചന്ദ്രൻ. എന്താ മുത്തശ്ശി കാര്യം? അയാൾക്ക് പണം കിട്ടണം, അത്രേ വേണ്ടൂ. ആ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഞാൻ എന്ത് മോഷ്ടിച്ചു എന്നാ ആ അങ്കിൾ പറഞ്ഞത്? അതൊന്നും ഞാൻ തിരക്കിയില്ല. എന്തെങ്കിലും കുറച്ച് രൂപ കൊടുത്ത് അയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എനിക്ക്. അവർ അകത്തേക്ക് കയറിപ്പോയി. രാത്രിയിൽ കഞ്ഞിയും തേങ്ങാ ചുട്ടരച്ച ചമ്മന്തിയും ചെറുപയർ തോരനുമായിരുന്നു അത്താഴം. മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ അമ്മ ചോദിച്ചു, ഞാനിവിടുന്ന് പോകണമെന്നുണ്ടോ മുത്തശ്ശിക്ക്? എന്താ കുട്ടി നീ ചോദിക്കുന്നത്? നീ ഇല്ലാതായാൽ എന്താ അവസ്ഥയാകും എൻ്റേത്? മരിക്കുമ്പോഴും നിൻ്റെ മുഖം കാണണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കുണ്ടാവില്ല. മുത്തശ്ശിയായി ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാതായിരുന്നാൽ മതി. അതെന്താ കുട്ടി നീ അങ്ങനെ പറഞ്ഞത്? ആ ചന്ദ്രനെങ്കിൽ പറഞ്ഞ ഡോക്ടർ ഇവിടെ വന്നാൽ മുത്തശ്ശിയുടെ അടുത്തുനിന്ന് ഞാൻ പോകും. നീ പോകുമെന്നാണോ? നിന്നെ അവർ ബലമായി കൊണ്ടുപോകുമെന്നാണോ? രണ്ടും ഒരുപോലെ സംഭവിക്കും. അതെന്താണ് മോളെ നീ അവരുടെ ഒപ്പം പോണത്? വെറുമൊരു വീട്ടുപണിക്കാരിയായി നീ നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ പോവാണോ? പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നീയെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ നിനക്കിഷ്ടമുള്ള അത്രയും പഠിപ്പിക്കാം. ഞാൻ മരിച്ചു പോയാലും നിനക്ക് ആവോളം പഠിക്കാൻ പോകുന്നൊരു തുക ബാങ്കിലിട്ടിട്ടേ ഈ മുത്തശ്ശി ലോകം വിട്ടുപോകൂ. അതൊക്കെ മുത്തശ്ശി പറയാതെ തന്നെ എനിക്കറിയാം. എന്നാലും ആ ഡോക്ടർ വന്ന് വിളിച്ചാൽ ഞാൻ പോകേണ്ടി വരും. അവളുടെ കണ്ണുകൾ തുളുമ്പി. അവരെ നിനക്കത്ര ഇഷ്ടമാണ്? എല്ലാവരെയും എനിക്കിഷ്ടമാണ് മുത്തശ്ശി. സങ്കടം അനുഭവിക്കുന്ന ആരെ കണ്ടാലും എൻ്റെ മനസ്സലിയും. ഇല്ലത്തമ്മ കൈനീട്ടി അമ്മുവിൻ്റെ കണ്ണുകൾ തുറച്ചു. കുട്ടിക്കാലത്ത് ഞാനും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാ. അതുകൊണ്ടെന്താ? ഒറ്റപ്പെടലും സങ്കടവും എന്നെ വിട്ടുമാറണില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അന്യൻ്റെ സങ്കടത്തിൽ അരിയണ എല്ലാവർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഒരേ വിധിയാ. ഈ ലോകം വിട്ടുപോയാലേ നല്ല മനുഷ്യർക്ക് രക്ഷയുണ്ടാവൂ. അത്ര മോശപ്പെട്ടൊരു ലോകം ഇത്. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. രാത്രി കിടക്ക വിരിക്കുമ്പോൾ ഇല്ലത്തമ്മ അമ്മുവിനോട് പറഞ്ഞു, ഇന്ന് നീ താഴെ പായ വിരിക്കണ്ട. എൻ്റെ ഒപ്പം എൻ്റെ ഈ കിടക്കയിൽ കിടന്നാൽ മതി. നീ ശരിക്കും എൻ്റെ പേരക്കുട്ടി തന്നെയാ. ചോറ്റാനിക്കര ദേവി എനിക്ക് തന്ന സമ്മാനമാ നീ. അന്ന് രാത്രി മുതൽ അമ്മു ഇല്ലത്തമ്മയോടൊപ്പം ഒരേ കിടക്കയിലാണ് ഉറങ്ങിയത്. ചന്ദ്രനൊപ്പം ആ ഡോക്ടർ ഏത് നിമിഷവും കയറി വരാമെന്ന് ഇല്ലത്തമ്മയ്ക്ക് അറിയാമായിരുന്നു. അവർ വന്നാൽ അമ്മുവിന് പോവേണ്ടി വരുമെന്നും. 2 ദിവസം കഴിഞ്ഞിട്ടും ഡോക്ടർ സിൻഡ്രല്ല വരാഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. സത്യത്തിൽ ആ 2 നാളുകൾ ആ പാവം വൃദ്ധ ഭയപ്പെട്ടാണ് കഴിച്ചു കൂട്ടിയത്. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ അവർക്ക് സമാധാനമായി. ഇനി ആ ഡോക്ടർ വരില്ല. തൻ്റെ അമ്മു തൻ്റേത് മാത്രമായിരിക്കും. അമ്മു അപ്പോഴേക്കും അപ്പുവേട്ടൻ തിരിച്ചു വരാൻ വേണ്ടിയുള്ള നിർമാല്യ ദർശനം 33 ദിവസം തികച്ചിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഒരു പൂച്ചയുറക്കം പതിവാണ്. അതിനായി കിടക്ക വിരിച്ചു കൊടുക്കുന്നത് അമ്മുവാണ്. അപ്പോഴാണ് പുറത്ത് കാർ വന്നു നിന്ന ശബ്ദം കേട്ടത്. കിടക്കാനായി കിടക്കയിൽ വന്നിരുന്ന ഇല്ലത്തമ്മ പുഞ്ചിരിച്ചു. പുലമാന്തോളിൽ നിന്ന് ദേവസേനയാവും. എൻ്റെ ഏടത്തിയുടെ മകള 6 മാസം കൂടുമ്പോൾ അവളുടെ ഒരു വരവ് പതിവാ. മുൻകൂട്ടി പറയില്ല. ഓർക്കാപ്പുറത്ത് പ്ലസൻറ്റ് സർപ്രൈസ് ആണെന്ന് പറഞ്ഞുള്ള വരവാ. കൂടെ പഠിക്കുന്ന 2 പെൺമക്കളും ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞ് അവർ പോകൂ. അവളുടെ നമ്പൂതിരിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഡ്രൈവറെ കൂട്ടി അയക്കുക. ഇനി 2 ദിവസം ഇവിടെ നല്ല ഒച്ചം ബഹളാവും. ഉത്സവം കൂടി കയറിയ മട്ട്. ഏതായാലും കുട്ടി ചെന്ന് നോക്ക്. അവരാണെങ്കിൽ ഇന്നെൻ്റെ പൂച്ചയുറക്കം പൂജ്യം. അമ്മ പുറത്തേക്ക് ഓടി. ചന്ദ്രൻ അങ്കിളുടെ വണ്ടിയായിരുന്നു മുറ്റത്ത് വന്നത്. അതിൻ്റെ പിൻവാതിൽ തുറന്ന് ഇറങ്ങുന്ന സ്ത്രീയെ കണ്ടതും അമ്മുവിന് തലചുറ്റി. സിൻഡ്രല്ല ആൻറ്റി. അവൾ തിരിഞ്ഞോടി. ഒരമ്മയും 2 പെൺമക്കളുമാണോ കുട്ടി? ഇല്ലത്തമ്മ തിരക്കി. അല്ല ചന്ദ്രനങ്കിളാ. ആ വണ്ടിയിൽ നിന്ന് സിൻഡ്രല്ല ആൻറ്റി ഇറങ്ങുന്നുണ്ട്. എന്നുവെച്ചാൽ നീ മുമ്പ് ജോലിക്ക് നിന്ന വീട്ടിലെ ആ സൈക്കോളജിസ്റ്റോ? അതേ എന്ന് അമ്മ തലയാട്ടി. പിന്നെ ഇല്ലത്തമ്മയെ നോക്കി തൊഴുതു. ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ മുത്തശ്ശി. മുത്തശ്ശിക്ക് പിന്നെ എന്നെ കണ്ടു മരിക്കാൻ പറ്റില്ല. നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ടാണ് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നത്. വാതിലിൻ്റെ മറവിൽ അമ്മ ഒളിച്ചു നിന്നു. കൈത്തറി സാരി ചുറ്റിയ ആകർഷണീയയായ സിൻഡ്രല്ല പുഞ്ചിരിയോടെ പടികൾ കയറി ഇല്ലത്തമ്മയുടെ മുന്നിലെത്തി. വലിയമ്മയല്ലേ? അവർ പക്ഷേ ശബ്ദിച്ചില്ല. വലിയമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? സിൻഡ്രല്ല ചോദിച്ചു. ഞാൻ സിൻഡ്രല്ലയാ. വലിയമ്മയ്ക്ക് എന്നെ കാണണമെന്ന് ഈ ചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടാ ഞാൻ വന്നത്. വലിയമ്മന്ന് എന്നെ വിളിക്കണ്ട കേട്ടോ. ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇല്ലത്തമ്മ. അമ്മന്ന് വിളിക്കാലോ. ഈ പ്രായത്തിലും എനിക്കൊരു മകളുണ്ട്.
എൻ്റെ ഏറ്റ ഇളയവൾ. ദൈവമേ, സിൻഡ്രല്ല കുഞ്ഞ് ആ പാദത്തിൽ തൊട്ട് കൈ നെറുകയിൽ ചേർത്തു. അമ്മാന്ന് വിളിക്കാൻ ആരുമില്ലാത്തവളെ ഞാൻ. ഓർഫിനേജിലെ മദറിനെയെ ഞാൻ ആകെ അമ്മാന്ന് വിളിച്ചിട്ടുള്ളത്. അമ്മയുടെ പ്രായമുള്ള പലർക്കും അന്യർ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല. ആൻറ്റിന്നോ മേമെന്നോ ഒക്കെ വിളിക്കുന്നതാ ഇന്നത്തെ അമ്മപ്രായക്കാരികൾക്ക് ഇഷ്ടം. ആൻറ്റി എന്നുള്ള വിളി പോലും ഇഷ്ടപ്പെടാത്തവരാ പലരും. പറഞ്ഞിട്ട് അവൾ ആരെയോ തേടിയെന്നോണം ചുറ്റും കണ്ണോടിച്ചു. ഡോക്ടർ ഇരിക്കൂ. പൂമത്തെ സെറ്റിലേക്ക് ഇല്ലത്തമ്മ കഴിച്ചുകൊണ്ടി. ഡോക്ടർ എന്ന അമ്മ എന്നെ വിളിക്കണ്ട, സിൻഡ്രല്ല എന്ന് വിളിച്ചാൽ മതി. ഏതായാലും ഒറ്റക്കാഴ്ചയിൽ എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമായി. ഈ ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഞാൻ സങ്കല്പിച്ച മുഖമൊന്നുമല്ല. മുമ്പ് ഏതോ ഒരു ജന്മത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ. സാഹിത്യം പറയുകയല്ല ഞാൻ, അമ്മ തെറ്റിദ്ധരിക്കരുത്. സിൻഡ്രല്ല ഇരുന്നതോടെ ആരും ഇരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരവകാശം പോലെ ചന്ദ്രനും പടികൾ കയറി വന്ന പൂമുഖത്തിൻ്റെ അരമതിലിൽ ഒരു തൂണോട് ചേർന്നിരുന്നു. ഡോക്ടർ അങ്ങനെ ഈ അമ്മയെ പൊക്കി പറയണ്ട. ഈ വലിയമ്മയ്ക്ക് സമയഭേദമുണ്ട്. ചില സമയത്ത് മുമ്പ് കണ്ട ഭാവം കാണിക്കില്ല ഈ വലിയമ്മ. രേവതിയാണ് നാളെന്ന് തോന്നുന്നത്. രേവതിക്ക് 70 ശീലമാണല്ലോ. ആണോ അമ്മേ? സിൻഡ്രല്ല ചിരിച്ചു. രേവതിയാണോ അമ്മയുടെ നാള്? അല്ല, അശ്വതിയാ. നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രം. അത് ജോൾസിന് തെറ്റിയതാ. രേവതി തന്നെയാ, ചന്ദ്രൻ വാദിച്ചു. ഒരു നാഴിക തെറ്റിയാ പോരെ രേവതി അശ്വതിയാവാൻ? ഇയാൾ വിഷമിക്കണ്ട, ഇല്ലത്തമ്മ പറഞ്ഞു. രണ്ടായാലും എനിക്ക് പരാതിയില്ല. ഏത് സമയവും ഒരേ ശീലത്തോടെ ഇരിക്കാൻ ആർക്ക പറ്റുക? സിൻഡ്രല്ല ഒരിക്കൽ കൂടി ഇല്ലത്തിനകത്തേക്കും തുറന്നു കിടക്കുന്ന ജനാലകളിലേക്കും എത്തി നോക്കി. അമ്മുവിനെ പറ്റി ഈ ഡോക്ടർ ചോദിച്ചാൽ എന്തു പറയണമെന്നാണ് ഇല്ലത്തമ്മ ആലോചിച്ചത്. എന്തൊരു ഉഷ്ണം! അതിനിടയിൽ ചന്ദ്രൻ ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് അഴിച്ച് നെഞ്ചിലേക്ക് ഊതി. ശ്രീദേവി എവിടെയെന്ന ചോദ്യമായിരുന്നു ഇനിയും സിൻഡ്രല്ലയുടെ ഉള്ളിൽ ബാക്കിയായി അവശേഷിച്ചത്. അത് ചോദിക്കാൻ അവൾക്കൊരു തയ്യാറെടുപ്പ് വേണ്ടി വന്നു. വാതിൽ പഴുതിലൂടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്ന അമ്മു നെഞ്ചിൻ്റെ പടപടപ്പ് താങ്ങാനാവാതെ കൈത്തല അമർത്തിപ്പിടിച്ചു. എന്തു പറയണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയാതെ ഇല്ലത്തമ്മയും സിൻഡ്രല്ലയും 4-5 നിമിഷങ്ങൾ പാഴാക്കി. അത്രയും കൊണ്ട് ചന്ദ്രൻ പക്ഷേ മുഷിഞ്ഞു. ആ പെങ്കൊച്ചയുടെ വലിയമ്മേ, അതിനെ ഇങ്ങോട്ട് വിളിച്ചാൽ എൻ്റെ ജോലി തീരുമല്ലോ. എനിക്ക് വേറെ ഓട്ടമുള്ളതാ. ഈ ഡോക്ടറെ ഇവിടെ എത്തിച്ചപ്പോഴേ ചന്ദ്രൻ്റെ ജോലി തീർന്നല്ലോ, ഇല്ലത്തമ്മ തിരക്കി. ഇനി ഇയാൾ പോയിക്കോ. വേറെ ഓട്ടമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ മതി. ഇല്ലെങ്കിൽ വേറൊരു വണ്ടി വിളിച്ച് ഞാൻ ഡോക്ടറെ തിരിച്ചയച്ചോളാം. അത് ശരി, അയാൾ ചിരികൊട്ടി. അപ്പം ഞാൻ കറിവേപ്പിലയായി ഇല്ലേ? ടാക്സി വണ്ടികളുടെ ഇടപാട് അതാ ചന്ദ്ര, ഇല്ലത്തമ്മ പറഞ്ഞു. അത് നിനക്കറിയില്ലേ? ആ കൊച്ചിന് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് വലിയമ്മ പറഞ്ഞില്ലേ? ചന്ദ്രൻ ചോദിച്ചു. അതെന്താണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. എൻ്റെ മോളാകം പ്രായമുള്ള കൊച്ചാത്. അതിലും പ്രായമുള്ള 2 ആൺപിള്ളേർ എനിക്കുണ്ട് താനും. ആ വർത്തമാനം വാതിലിന് പിന്നിൽ നിന്നിരുന്ന അമ്മുവിനെ ഒന്ന് നടുക്കി. മുത്തശ്ശി തന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞുവോ, തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന്? ശ്രീദേവിയുടെ പ്രശ്നം എന്താ അമ്മേ? സിൻഡ്രല്ല ഇല്ലത്തമ്മയെ നോക്കി. അതറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രൻ വന്ന് പറഞ്ഞപ്പോൾ വൈകാതെ ഞാനും പോകുന്നത്. ആ കുട്ടിയെ ഒന്ന് വിളിക്ക്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അമ്മുവിന് ഭയമായി. മുത്തശ്ശി എന്തു പറയുമെന്ന് അവൾക്ക് ഊഹിക്കാനായില്ല. അവളുടെ മാനസിക പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞത് ഒരിടത്തും ആ കുട്ടി ഉറച്ചു നിൽക്കില്ല എന്നതാ. സിൻഡ്രല്ലയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ചന്ദ്രനോട് പറഞ്ഞപ്പോൾ തൊട്ട് അവൾ ഇവിടുന്ന് പോവാൻ ചാടിയും പിടിക്കുന്നതാ. ഞാൻ പറഞ്ഞില്ലേ? ഇരുന്നിടത്ത് നിന്ന് ചന്ദ്രൻ എഴുന്നേറ്റു. കള്ളിയാ ആ പെണ്ണ്. ഈ ഡോക്ടറുടെ അടുത്തുനിന്ന് വിലപ്പെട്ട എന്തോ അവൾ അടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്ന് ഡോക്ടർ ആണയിട്ടിട്ടും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. കള്ളികൾ ഒരു വീട്ടിലും സ്ഥിരമായി നിൽക്കില്ല വലിയമ്മേ. ഏതായാലും ആ കുരുത്തം കെട്ടതിനെ കയ്യോടെ പിടിക്കാൻ ഇതൊരു അവസരമായല്ലോ. ഇല്ല ചന്ദ്ര, ഇല്ലത്തമ്മ പറഞ്ഞു. ഇന്ന് വെളുപ്പിനെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ആ കുട്ടി ഞങ്ങളുടെ മുറിയിലില്ല. അയാൾ കണ്ണു വീഴ്ച്ചു. ഓടി നടന്ന് ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ അവളിവിടെ എങ്ങുമില്ല. ഞാൻ പോലീസിൽ പരാതി വിട്ടു, പക്ഷേ അവളുടേതായ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ലല്ലോ. വാതിലിൻ്റെ മറവിൽ നിന്നിരുന്ന അമ്മുവിന് ആശ്വാസമായി. തന്നെ രക്ഷിക്കാൻ വേണ്ടി മുത്തശ്ശി കളവ് പറഞ്ഞുവല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വ്യസനമുണ്ടായി. പക്ഷേ അമ്മു ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് നടന്നു. സിൻഡ്രല്ലയ്ക്കായിരുന്നു ഏറെ പ്രയാസം. താൻ തേടിച്ചെല്ലുന്നതെല്ലാം തൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്നതോർത്ത് അവൾക്ക് അമ്പരപ്പായി. അപ്പം ആ കൊച്ചു വിളന്ന് പോയി എന്നത് സത്യമാണോ വലിയമ്മേ? ചന്ദ്രന് വിശ്വസിക്കാൻ പ്രയാസം. സത്യമ്മ ചന്ദ്ര, അതുകൊണ്ടാണ് ഈ സിൻഡ്രല്ലയെ കണ്ടപ്പോൾ ഞാനൊന്ന് പരിങ്ങിയത്. സാരമില്ലെന്ന് എനിക്ക് പറയാനാവില്ലമ്മേ, സിൻഡ്രല്ല പറഞ്ഞു. ഞാൻ വന്നത് വലിയ പ്രതീക്ഷയോടെയാ. അതിൻ്റെ നിരാശ എനിക്കുണ്ട്. എങ്കിലും ഞാൻ ഉദ്ദേശിച്ച കുട്ടി തന്നെയാണോ അവളെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഒപ്പമുള്ള അവളുടെ ഒരു ഫോട്ടോഗ്രാഫുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഷോൾഡർ ബാഗിൽ നിന്ന് അവളൊരു കവർ എടുത്തു. അതോടെ ചന്ദ്രൻ്റെ കണ്ണുകൾ ആ കവറിലായി. ആ കൊച്ചിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ. ഇവിടെയുള്ള കൊച്ചു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ ഡോക്ടർക്ക്. ചന്ദ്രൻ പറയേണ്ട കാര്യമില്ല, സിൻഡ്രല്ല അറിയിച്ചു. ഈ അമ്മ പറഞ്ഞാൽ മതി. ചന്ദ്രനെ ആ ഫോട്ടോഗ്രാഫ് കാണിക്കാതെ അവർ ഇല്ലത്തമ്മയുടെ നേർക്ക് നീട്ടി. എന്നാൽ ആ അമ്മ അത് കാണും മുമ്പേ അവരുടെ പിന്നിലെത്തി അയാളത് കണ്ടു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇത് ഇവിടെയുണ്ടായിരുന്ന കൊച്ചു തന്നെയാ. ഇല്ലത്തമ്മയും സിൻഡ്രല്ലയും സ്തബ്ധയായി. സിൻഡ്രല്ലയുടെ മുഖത്ത് കഠിനമായ സങ്കടമുണ്ടായി. ഇതെൻ്റെ ഭാഗ്യക്കുറവല്ല, അവളുടെ അച്ഛൻ്റെയും അമ്മയുടേതുമാണ്. കഷ്ടം.
അവൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആരാ അവളുടെ അച്ഛനും അമ്മയും? ഇല്ലത്തമ്മ തിരക്കി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. സിൻഡ്രല്ല തിരിഞ്ഞ് ഇല്ലത്തിൻ്റെ ഒതുക്കുകളിറങ്ങി. അപ്പോൾ ഡോക്ടർ തനിച്ച് പോവാണോ? ഞാൻ വരണ്ടേ? പുറകെ ഓടിച്ചെന്നുകൊണ്ട് ചന്ദ്രൻ തിരക്കി. ചന്ദ്രൻ വന്നാലല്ലേ ആ വണ്ടി ഓടൂ. വേഗം വന്നോളൂ. എങ്കിൽ ഞാൻ ആ വലിയമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് തരാമെന്നേറ്റ വണ്ടിക്കൂലി വാങ്ങി വരട്ടെ? വേണ്ട, വണ്ടിക്കൂലി ഞാൻ തന്നോളാം. എൻ്റെ ഒരു ആവശ്യത്തിനല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ഞാനാ പാവം അമ്മയുടെ മടിശീല പിഴയുന്നത് ശരിയല്ല. ഏത് തലമുറയായാലും വയസ്സായവരെ ബഹുമാനിക്കണമെന്ന പക്ഷക്കാരിയെ ഞാൻ. ബഹുമാനിച്ചില്ലെങ്കിലും അവർക്ക് ശല്യം ഉണ്ടാക്കരുതെന്ന് നിർബന്ധവുമുണ്ട്. അതോടെ ചന്ദ്രൻ സിൻഡ്രലയുടെ പുറകെ ചെന്നു കാറിൽ കയറി. ആ വണ്ടി മുന്നോട്ട് പോയതും ഇല്ലത്തമ്മ തിരിഞ്ഞ് അകത്തേക്ക് ചെന്നു. അമ്മു അടുക്കളയിലായിരുന്നു. നിനക്ക് അച്ഛനും അമ്മയുണ്ടോ ഇല്ലേ? ഇല്ലത്തമ്മയുടെ ചോദ്യം കേട്ട് അവൾ പരിഭ്രമത്തിൽ തിരിഞ്ഞു നോക്കി. പറയൂ, അവർ ആവശ്യപ്പെട്ടു. നിന്നെക്കുറിച്ച് ഒന്നും ഞാൻ ചോദിക്കാതിരുന്നത് നിനക്ക് പറയാനുള്ളത് സങ്കടത്തിൻ്റെ കഥകളാവുമെന്ന് കരുതിയ. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സംശയം. അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മെല്ലെ അവൾ ഏങ്ങാനും തുടങ്ങി. നിന്നെ ആ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്താൽ നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ഇവിടെ നിന്ന് പോയി കളഞ്ഞു എന്നൊരു നുണ ഞാൻ ആ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാനൊരു നുണ എൻ്റെ നാവ് കൊണ്ട് പറയുന്നത്. ആരോരുമില്ലാത്തൊരു കുട്ടി അപകടത്തിലാവുമല്ലോ എന്ന് കരുതി മാത്രം. പക്ഷേ നീ നിൻ്റെ കഥകളൊക്കെ പരമരഹസ്യമായി വച്ചു. അത് അത് അമ്മു കരഞ്ഞു. ഒന്നും പറയണ്ട. ആരെയും നിർബന്ധിച്ച് ഞാനൊന്നും അറിയാറില്ല. ഞാൻ പോലീസുകാരിയൊന്നുമല്ലല്ലോ. പക്ഷേ നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഒരു വാചകം പറഞ്ഞു. അത് അവരുടെ ഭാഗ്യക്കുറവല്ല, നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടേതുമാണെന്ന്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് സ്നേഹമുള്ള ഒരച്ഛനും അമ്മയും ഉണ്ടെന്ന്. അവരെ വിട്ടുപോന്ന നീ ഇവിടെ കഴിയണതെന്നു. പെട്ടെന്ന് അവൾ സങ്കടത്തിൽ മുഖം പൊത്തിപ്പിടിച്ചു. വേണ്ട, ഇല്ലത്തമ്മ പറഞ്ഞു. നിന്നിൽ നിന്ന് എനിക്കിനിയൊന്നും അറിയണ്ട. അതിൻ്റെ പേരിൽ നീ ഇവിടുന്ന് ഒളിച്ചോടി അപകടങ്ങളിൽ ചെന്ന് ചാടണ്ട. ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ച സ്ഥിതിക്ക് നിന്നെ തിരക്കി ഇനി ആരും ഇങ്ങോട്ട് വരികയുമില്ല. ഇഷ്ടമുള്ള അത്രയും കാലം നിനക്കിവിടെ കഴിയാം. പോകണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞിട്ടേ പോകാവൂ. അല്ലെങ്കിൽ നിൻ്റെ പ്രായമുള്ളൊരു കുട്ടി അപകടത്തിൽ ചെന്ന് ചാടും. അമ്മു കരച്ചിൽ തുടർന്നപ്പോൾ അവർ തിരിഞ്ഞു നടന്നു. എന്നിട്ട് പൂജ അറയിൽ ചെന്ന് ദേവിയുടെ ചിത്രത്തിന് മുന്നിലെ നെയ്വിളക്ക് കത്തിച്ചു. അമ്മേ ദേവി, ഇന്ന് വരെ അമ്മയ്ക്ക് അഹിതമായി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇന്ന് ഞാൻ സത്യവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി. ദീനാനുകമ്പയുടെ പേരിലാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാ. അതിനുള്ള ശിക്ഷ എനിക്ക് തരൂ. നെയ്വിളക്കിൻ്റെ ജ്വാലയ്ക്ക് മുകളിൽ ആ അമ്മ തൻ്റെ വലത് കൈത്തല കമഴ്ത്തിന്ന് ചേർത്ത് പിടിച്ചു. എൻ്റെ കൈ കത്തിക്ക് മുളയ്ക്കട്ടെ. കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷ എനിക്ക് വേണം. മുത്തശ്ശി, പെട്ടെന്ന് പൂജ അറയുടെ വാതിലിന് പുറത്തു നിന്ന് അമ്മ ഉറക്കെ കരഞ്ഞു. മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണേ. ഞാൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. വിളക്കിൽ നിന്ന് കൈ മാറ്റണേ മുത്തശ്ശി. പൊടുന്നനെ ആ നെയ്ത്തിരി നാളം അണഞ്ഞുപോയി. ഇല്ലത്തമ്മ തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. ആദ്യത്തെ മരപ്പിന് ശേഷം ആ കൈ വേദനയിൽ ചുളുചുളുക്കാൻ തുടങ്ങി. എല്ലാം ഞാൻ പറയാം മുത്തശ്ശി, അവൾ കരഞ്ഞു. മുത്തശ്ശിയുടെ അടുത്ത് ഇനി ഒന്നും ഞാൻ വിളിക്കില്ല. വേണ്ട, ഇല്ലത്തമ്മ വേദനയിൽ കൈ കുടഞ്ഞു. നീ ആരാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ ഞാനിവിടെ നിനക്ക് അഭയം തന്നത്. എനിക്കിനി കുട്ടിയെക്കുറിച്ചൊന്നും അറിയണ്ട. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് അങ്ങനെയൊരു ദുർവാശിയുണ്ട്. ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഞാനത് വേണ്ടെന്ന് വയ്ക്കും. അങ്ങനെ ഒരിക്കൽ ആഗ്രഹിച്ച എന്തെല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കണോ? എങ്കിൽ മുത്തശ്ശി ആ അറയിൽ നിന്ന് പുറത്തേക്ക് വാ. അമ്മു കരഞ്ഞു വിളിച്ചു. ഞാൻ ആ കയ്യിൽ മരുന്ന് വെച്ച് തരാം. സാരമില്ല. കൈ കുടഞ്ഞുകൊണ്ട് ഇല്ലത്തമ്മ പുറത്തേക്ക് വന്നു. അത്രയ്ക്ക് പൊള്ളിയൊന്നുമില്ല. എൻ്റെ കൈക്കൊണ്ട് തന്നെയാ ആ തിരുനാൾ അണഞ്ഞത്. അടുക്കളയിൽ നിന്ന് പൊള്ളലേറ്റാൽ പുരട്ടാനായി ഞാനവിടെ ചെറുത്താൻ വെച്ചിട്ടുണ്ട്. അതാ പൊള്ളലിനുള്ള നല്ല മരുന്ന്. എങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരാം. അവൾ അടുക്കളയിലേക്ക് ഓടി. പെട്ടെന്ന് തന്നെ തേൻ ഭരണിയുമായി വരികയും ചെയ്തു. അതിലൊരു ചെറിയ സ്വാഹ സ്പൂണുണ്ട്. അതുകൊണ്ട് ഒരൽപ്പം എടുത്ത് കയ്യിൽ ഒഴിച്ചു തന്നാൽ മതി. ഭരണിയുടെ അടപ്പ് തുറന്നപ്പോഴാണ് അമ്മു അകത്തുള്ള സ്പൂൺ കണ്ടത്. അതുകൊണ്ട് അവൾ അല്പം തേനെടുത്തു മുത്തശ്ശിയുടെ വലം കൈയിൽ ഒഴിച്ചു കൊടുത്തു. മതി. ഇടം കയ്യാൽ ഇല്ലത്തമ്മ കുട്ടിയുടെ നെറുകയിൽ തലോടി. നല്ല ആശ്വാസമായി. ഇന്നിനി മുത്തശ്ശി ഒരു ജോലിയും ചെയ്യണ്ട, അമ്മ പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്തോളാം. അതിനുള്ള വയസ്സൊന്നും ആയില്ല അമ്മു നിനക്ക്. ആയി. വയസ്സായ മുത്തശ്ശിയെ വയ്യാത്ത നേരത്ത് കഷ്ടപ്പെടുത്തിയാൽ എനിക്ക് പാപം കിട്ടും. ഞാൻ കാരണമല്ലേ മുത്തശ്ശി കള്ളം പറഞ്ഞത്. അതിനുവേണ്ടിയല്ലേ ഇപ്പോൾ കൈ പൊള്ളിച്ചതും. ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും മുത്തശ്ശി ഒരിടത്തെ ഇരുന്നേ പറ്റൂ. സമ്മതത്തിലില്ല. ഇല്ലത്തമ്മ മെല്ലെ തലയാട്ടി. അന്ന് ആഹാരമുണ്ടാക്കിയത് അമ്മുവാണ്. അരികിൽ നിന്നുകൊണ്ട് അവരെല്ലാം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് വെളുപ്പിനെ ഉണർന്നപ്പോൾ ആ വലം കൈയിൽ നീര് കെട്ടിയിരുന്നു. ഇന്ന് മുത്തശ്ശി കുളിക്കണ്ട, അമ്മ പറഞ്ഞു. കുളിക്കാതെ എങ്ങനെയാ ദേവിയുടെ നിർമ്മാല്യത്തിന് ചെല്ലുക? ആ ഉമ ഡോക്ടറെ വയ്യാത്ത ഭർത്താവിന് വേണ്ടിയുള്ള 41 നാളത്തെ നിർമ്മാല്യ ദർശനം ഇന്ന് തികയുക. മരിച്ചു പോയാലും ഞാനത് മുടക്കില്ല. നാളെ എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോവുകയും വേണം. അദ്ദേഹത്തിന് കുറവുണ്ടോ എന്ന് അറിയാലോ. നാളെ മുത്തശ്ശി ഉമ ഡോക്ടറെ കാണാൻ പോവോ? പോവണ്ടേ പിന്നെ. നാളത്തേക്ക് എനിക്ക് എവിടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അമ്മ മറുപടിയൊന്നും പറയാതെ ഒന്ന് നിശ്വസിച്ചു. നീര് വന്ന കൈത്തലം നനയാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ ശേഷമാണ് ഇല്ലത്തമ്മ കുളിച്ചത്. തോർത്ത് പിഴിഞ്ഞെടുത്തു കൊടുത്തതും തല തോർത്തിയതുമെല്ലാം അമ്മുവാണ്. കൃത്യസമയത്ത് തന്നെ മുത്തശ്ശിയുടെ കൈപിടിച്ച് അവൾ പ്രധാന നടക്കിൽ എത്തുകയും ചെയ്തു.
അന്ന് നിർമ്മാല്യം തൊഴാനായി ദേവി വിഗ്രഹത്തിൻ്റെ തൊട്ടു മുന്നിൽ തന്നെ ഇല്ലത്തമ്മയ്ക്കും അമ്മുവിനും ഇടം കിട്ടി. അമ്മേ, അവർ കരഞ്ഞു. എത്ര ദിവസം കൂടിയാ ഈ വൃദ്ധയ്ക്ക് ഇന്ന് ഈ തൊട്ടു മുന്നിൽ ഇടം തന്നത്? എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതായാ എനിക്ക് തോന്നണത്. എനിക്കിനി ഒന്നും വേണ്ടമ്മേ. ഞാൻ സ്നേഹിക്കുന്നവരെയെല്ലാം സൗഖ്യമായിരിക്കുന്നത് കണ്ടാൽ മതി. അവരുടെ സന്തോഷം കണ്ട് എനിക്ക് സന്തോഷിക്കാമല്ലോ. അതിൽ പര എന്തു വേണം ഈ വൃദ്ധയ്ക്ക്? അമ്മ മുത്തശ്ശിയെ ശ്രദ്ധിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴേക്കും നടക്കൽ തള്ളുവന്നു. കാല് നിലത്ത് തൊടാതെ തന്നെ ഇല്ലത്തമ്മയും അമ്മവും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തൊരു തള്ള്! അമ്മ മുഖം ചുളിച്ചു. സാരല്ല മോളെ, ഇല്ലത്തമ്മ പുഞ്ചിരിച്ചു. ഒരു നോക്ക് നന്നായി തൊഴാൻ പറ്റിയല്ലോ. അതൊരു വലിയ കാര്യമല്ലേ? ജീവിതത്തിലെ ഒരു മഹാതത്വമാ അത്. തുള്ളി പനിച്ചാലേ ചുക്കിട്ട കാപ്പി കുടിക്കാനാവുന്നൊരു പഴയ ചൊല്ലുണ്ട്. നന്നായി കഷ്ടപ്പെട്ടാലേ ഒരിത്തിരി സന്തോഷം കിട്ടൂ. മടിയന്മാർക്ക് അത് പറഞ്ഞിട്ടില്ല. പിറ്റേന്ന് ഡോക്ടർ ഉമാമഹേശ്വരിയെ കാണാൻ പോവാൻ ചന്ദ്രൻ്റെ വണ്ടിയല്ല ഇല്ലത്തമ്മ വിളിച്ചത്. സുകുമാരൻ എന്ന വൃദ്ധൻ്റെ കാറാണ്. മുത്തശ്ശി എന്താ ചന്ദ്രനങ്ങളെ വിളിക്കാഞ്ഞത്? ഇത്തിരി അധികമായാൽ കുറേ ഞാൻ സഹിച്ചു. പക്ഷേ സഹിക്കെട്ടു വയസ്സായ എനിക്ക് ഒക്കെ പറ്റുക ഇതുപോലുള്ള സാധുക്കളാണ്. ഇനി നീ പക്ഷേ വണ്ടിയിലിരുന്നാൽ പറ്റില്ല. എൻ്റെ ഒപ്പം അകത്തേക്ക് വരണം. ഡോക്ടർ ഉമാമഹേശ്വരിയെ കാണാൻ നിനക്ക് താല്പര്യമുള്ളതല്ലേ? അതിനി അടുത്ത തവണ മതി മുത്തശ്ശി. എനിക്കെന്തോ ഒരു പേടി പോലെ. ആ ഡോക്ടറുടെ ഭർത്താവിൻ്റെ അസുഖം കുറഞ്ഞെന്ന് ഉറപ്പായ ശേഷം എനിക്ക് അവിടെ പോയാൽ മതി. അല്ലെങ്കിൽ സങ്കടമാവും. ഇങ്ങനൊരു കുട്ടി. കാറിൽ നിന്നിറങ്ങി ഇല്ലത്തമ്മ മെല്ലെ മെല്ലെ അകത്തേക്ക് നടന്നു. കൺസൾട്ടേഷൻ മുറിയുടെ വാതിൽക്ക് എത്തിയപ്പോൾ അതിൽ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഈശ്വര, ഇന്ന് കൺസൾട്ടേഷൻ ഇല്ലേ ആവോ എന്ന് സ്വയം ചോദിച്ച് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ ഇപ്പുറത്തെ മെയിൻ ഡോർ തുറക്കപ്പെട്ടു. അമ്പരപ്പിൽ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ ഉമാമഹേശ്വരി പുഞ്ചിരിയോടെ വാതിൽക്കൽ. ആഹാ, അമ്മയാണോ? അവൾ തിരക്കി. ഞാൻ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ വാക്കു തന്ന പ്രകാരം ഇന്നലെ സന്ധ്യയ്ക്ക് എൻ്റെ ബാലു ആദ്യമായി ശബ്ദിച്ചു. അമ്മ അകത്തു വരൂ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ഇല്ലത്തമ്മയിൽ വല്ലാത്തൊരു കോരിത്തരിപ്പുണ്ടായി. ആ മുഖം വിടർന്നു, കണ്ണുകൾ തുളുമ്പി. അമ്മ വരൂ. ഉമ്മ ആ കൈ പിടിച്ചു. എന്നിട്ട് മെല്ലെ അകത്തേക്ക് നടത്തി. ഇടറി നടക്കുന്നതിനിടയിൽ ഇല്ലത്തമ്മ ചുറ്റും കണ്ണോടിച്ചു. പരിചാരകർ ആരുമില്ലാതെ രോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ചികിത്സയും കുടുംബകാര്യങ്ങളും തനിച്ചു നോക്കുന്ന ഒരു ഡോക്ടറെ വീടാണെന്ന് തോന്നില്ല. നല്ല വൃത്തിയും വെടുപ്പും, ഭംഗിയായി അലങ്കാരങ്ങളും കുളിർമയും സൗരഭ്യവും. ബാലു, അകത്തെത്തിയത് ഉമ്മ വിളിച്ചു. ഞാൻ പറഞ്ഞ അമ്മ വന്നിരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് വടിയുടെ താങ്ങോടെയാണ് ബാലു അകത്തു നിന്നെത്തിയത്. ഇല്ലത്തമ്മയെ കണ്ടതും പുഞ്ചിരിയിൽ അയാൾ നിന്നു. അമ്മയെക്കുറിച്ച് ഉമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഇടറിയ സ്വരത്തിൽ ബാലു പറഞ്ഞു. എൻ്റെ അമ്മയുടെ സംസാരവും പ്രകൃതവുമാണെന്ന്. ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാൻ കഴിയാത്തതിനാൽ അത് മനസ്സിലൊതുക്കി. ഇന്നലെ മുതലാണ് ശബ്ദിക്കാനുള്ള സിദ്ധി ലഭിച്ചത്. ഉമ എന്ന് വിളിച്ചതോടെ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. എന്നെ കെട്ടിപ്പിടിച്ച് ഉമയും കരഞ്ഞു. ഇല്ലത്തമ്മ ഉമയെ നോക്കി. ആ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ഈ സന്തോഷം കാണാൻ അമ്മയുണ്ടായല്ലോ മോളെ. അവൾ ഉമയെ തഴുകി. എന്നിട്ട് ക്ഷമാപണം ചെയ്തു. മോളെന്ന് വിളിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിക്കണേ കുട്ടി. എൻ്റെ മക്കളുടെ പ്രായമുള്ളവരെല്ലാം എനിക്ക് സ്വന്തം മക്കളാണ്. അങ്ങനെയൊന്നും പറയല്ല അമ്മേ. പറഞ്ഞത് ബാലുവാണ്. അമ്മ മോളെന്ന് വിളിക്കുന്നത് തന്നെയാണ് ഉമ്മയ്ക്കിഷ്ടം. ഭർത്താവിനെ ആപത്ത് ഘട്ടത്തിൽ ഉപേക്ഷിക്കാൻ ഞാൻ സ്വന്തം അമ്മയുടെ വെറുപ്പ് എത്ര ഏറ്റുവാങ്ങിയ മകളാ എൻ്റെ ഉമ്മ. ഈ സ്നേഹത്തിന് എന്ത് നൽകി കടം വീട്ടുമെന്നറിയാത്തൊരു ഭർത്താവാണ് ഞാൻ. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രമേ ഉള്ളൂ മോനെ. ഇല്ലത്തമ്മ ബാലുവിനെയും തഴുകി. പറക്കമുറ്റിയപ്പോൾ മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയൊരമ്മയെ ഞാൻ. മക്കളെ എനിക്ക് ധാരാളം പണം അയച്ചു തരും. അതെല്ലാം ധർമ്മപ്രവൃത്തികൾ ചെയ്ത് ഞാൻ മനസ്സമാധാനം നേടും. ഏതായാലും സ്നേഹത്തിന് പകരമായി സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ത്യാഗമൊന്നും ചെയ്തിട്ടില്ല അമ്മേ, ഉമ്മ പറഞ്ഞു. അക്കാര്യത്തിൽ ബാല്യനോട് നന്ദി പോലും കാട്ടേണ്ട. ദാമ്പത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സ്വന്തം കടമകൾ മറന്നൊരു ഭാര്യയെ ഞാൻ. അത്തരത്തിൽ എന്നെ ആക്കി തീർത്തത് എൻ്റെ പെറ്റമ്മ തന്നെയാണ്. ഞാൻ ബാലുവിനോട് ചെയ്തതെല്ലാം എൻ്റെ പ്രായശ്ചിത്തമായിരുന്നു. എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും തിരിച്ചു നൽകാനായതിൻ്റെ ചാരിതാർത്ഥ്യം മാത്രം എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ബാലു. ഇനി എൻ്റെ ബാലുവിനെ ഞാൻ തെറ്റിദ്ധരിക്കില്ല. മരണം ഞങ്ങളെ വേർപിരിച്ചാലും അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. നന്നായി മോളെ. ഇല്ലത്തമ്മ കണ്ണു തുറച്ചു. സ്നേഹവും നന്മയുമുള്ള മനുഷ്യരെ കാണുന്നത് പോലും ഒരു പുണ്യമാണ്. പക്ഷേ അമ്മയ്ക്കൊരു കടമുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ ദേവിയെ ഒന്ന് വന്ന് തൊഴണം. നാളെ 30 വെള്ളിയാ. അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിനമാണ്. നാളെ തന്നെ ഞങ്ങൾ വരാമമ്മേ. ബാലു സമ്മതിച്ചു. ക്ഷേത്രത്തിൽ വടികുത്തി നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ, നടക്കാൻ കഴിയാത്തവരെ എടുത്തുകൊണ്ടുവന്ന് നടക്കൽ കിടത്തി തൊഴുവിക്കുന്നവരുണ്ട് മോനെ. എങ്കിൽ ഞാനിവിടുന്ന് ഇറങ്ങും മക്കളെ. ബാലുവിനെയും ഉമ്മയെയും അവർ മാറി മാറി നോക്കി. ഇന്ന് എനിക്ക് മരുന്നൊന്നും വേണ്ട കേട്ടോ. വല്ലാത്തൊരു ഉഷാറ് തോന്നുന്നുണ്ട് ഇപ്പോൾ. അമ്മ തിരിഞ്ഞു.
വന്നിട്ടൊന്നും ഇരിക്കാതെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും കഴിക്കാതെയും. മക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ഥിതിക്ക് അമ്മ ഇനി മുതൽ ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കണമെന്ന് കൂടി എനിക്കൊരു അപേക്ഷയുണ്ട്. ഇല്ലത്തമ്മയുടെ കൈ കവർന്നുകൊണ്ട് ഉമ യാചിച്ചു. അത് കേട്ടതും ആ കണ്ണുകൾ നിറഞ്ഞു. സമ്മതിച്ചോളൂ അമ്മേ, ബാലു ആവശ്യപ്പെട്ടു. അമ്മ ഇവിടെ ഉള്ളത് ഞങ്ങൾക്കൊരു ആശ്വാസമായിരിക്കും. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാണ് ഞങ്ങൾ. അമ്മ ഇവിടെ ഉണ്ടായാൽ ഞങ്ങൾക്ക് അമ്മയുടെ മക്കളായി ജീവിക്കാലോ. അവർ വീണ്ടും കണ്ണു തുറച്ചു. നാളെ നിങ്ങൾ രണ്ടുപേരും ദേവിയെ തൊഴാൻ വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് നിശ്ചയിക്കാം. ഇപ്പോൾ അമ്മ പോട്ടെ. കാറിലൊരു കുട്ടി കാത്തിരിക്കുന്നുണ്ട്. ഇല്ലത്തൊരു വയസ്സായ ആളോ. അതുങ്ങൾക്കൊരു തുണ ഞാൻ മാത്രം. ഇല്ലത്തമ്മയുടെ കൈപിടിച്ച് സിറ്റൗട്ടിൻ്റെ പടികൾ ഇറക്കിയത് ഉമയാണ്. കാറിനകത്തിരുന്ന് അമ്മ വിങ്ങലോടെ ആ രൂപം കണ്ടു. അമ്മ, എൻ്റെ അമ്മ എന്ന് അവൾ ഉള്ളുകൊണ്ട് പലവട്ടം വിളിച്ചു. ഇനി ഞാൻ താനേ നടന്നോളാം. പടിയിലിറങ്ങിയതും ഇല്ലത്തമ്മ പറഞ്ഞു. ഡോക്ടർ മോൾ അകത്തേക്ക് പോയിക്കോളൂ. സുഖമില്ലാത്ത ആളെ തനിച്ചാക്കണ്ട. എങ്കിലും ഇടറി നടന്ന് ആ അമ്മ കാറിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറും വരെ ഉമ സിറ്റൗട്ടിൽ നോക്കി നിന്നു. പിന്നെ അകത്തേക്ക് തിരിഞ്ഞു. കാറിൽ കടന്നിരുന്നതും ഇല്ലത്തമ്മ അമ്പരപ്പിൽ അമ്മുവിനെ നോക്കി. എന്തിനാ കുട്ടി നീ കരയണത്? ആ ഡോക്ടർ ആൻറ്റി കൈപിടിച്ച് നല്ല സ്നേഹത്തോടെ പടിയിറക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. മുത്തശ്ശിയുടെ സ്വന്തം മക്കളാരും ഇല്ലത്തേക്ക് വരാറേ ഇല്ലല്ലോ. ഇല്ലത്തമ്മയുടെ മുഖം വല്ലാതെയായി. അവർക്കൊന്നും ഓടി വരാൻ പറ്റില്ലല്ലോ. എല്ലാവരും അകലെയല്ലേ. സാരമില്ല അമ്മു. അവർ അമ്മുവിനെ ചേർത്ത് പിടിച്ചു. മുത്തശ്ശിയെ ഓർത്ത് എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു അവരോടൊപ്പം ആ വീട്ടിൽ താമസിക്കാമെന്ന്. ഞാനൊരു അസുഖകാരിയല്ലേ, അതുകൊണ്ടാവും. നമ്മുടെ മക്കൾ മാത്രമല്ല അമ്മു നമുക്ക് ഉതകുക, അന്യമക്കളും നമ്മെ സഹായിക്കാൻ വരും. എൻ്റെ ഒപ്പം എത്ര സ്നേഹമായ നീ കഴിയണത്. സ്വന്തം മക്കൾക്ക് വേണ്ടി അന്യ കുട്ടികളെ ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ ഈ തത്വം മനഃപ്പാടമാക്കിയേ പറ്റൂ. ആ ഡോക്ടറുടെ ഭർത്താവിൻ്റെ അസുഖം ഭേദമായോ മുത്തശ്ശി? അതോടെ ഇല്ലത്തമ്മയുടെ മുഖം അത്യധികമായ സന്തോഷത്തിൽ വിങ്ങി. അത് പറയാൻ വിട്ടു. സത്യത്തിൽ ആദ്യം പറയേണ്ടത് അതാ. ആ ഡോക്ടറുടെ ഭർത്താവ് ഇന്നലെ മുതൽ സംസാരിച്ചു തുടങ്ങിയത്രേ. വടി കുത്തിയാൽ നടക്കണതെന്ന് മാത്രം. ഫിസിയോതെറാപ്പിയൊക്കെ ആ ഡോക്ടർ തന്നെയാണ് ചെയ്യണത്. പാവം. നാളെ അവർ നമ്മുടെ ദേവിയെ തൊഴാൻ വരുമത്രേ. നാളെ ഞാൻ അവരെ നമ്മുടെ ഇല്ലത്ത് കൊണ്ടുവരും. ഉച്ചയൂണ് ഇല്ലത്തുനിന്ന് നമുക്ക് കൊടുക്കാം. അമ്മു നിശബ്ദയായി. അവളുടെ മനസ്സ് പിടഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലത്ത് വന്നാൽ തന്നെ കാണില്ലേ? താൻ ഇത്ര കാലം എവിടെയായിരുന്നെന്ന് അവരോട് പറയേണ്ടി വരില്ലേ? അഭിയമ്മ തന്നെ കൂട്ടിക്കൊണ്ട് പോയതടക്കം. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയതിന് അഭിയമ്മയുടെ പേരിൽ കേസുണ്ടാവുമോ? എന്നാലും അച്ഛൻ്റെയും അമ്മയുടെയും കൺമുന്നിൽ നിന്ന് ഇനിയും എങ്ങനെയാണ് ഒളിച്ചു കഴിയുക? മുത്തശ്ശിയുടെ ഇല്ലത്ത് എല്ലാ സന്തോഷമുണ്ടെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കുന്നതിൻ്റെ ശിക്ഷ എന്നെങ്കിലും തന്നെ തേടി വരില്ലേ? തന്നെ കാണാതായതിൻ്റെ വേവലാതിയിൽ കാറോടിച്ച് പായുമ്പോഴാണ് അച്ഛന് ആക്സിഡൻറ്റ് സംഭവിച്ചത്. സ്നേഹനിധിയും നല്ലവനുമായ അച്ഛൻ എത്ര കാലം കിടക്കയിൽ ഒരേ കിടപ്പ് കിടന്നു. അച്ഛൻ്റെ അസുഖവും മക്കളുടെ വേർപാടും എത്രമാത്രം അമ്മയെ സങ്കടപ്പെടുത്തി. ഇനിയെങ്കിലും ആ സങ്കടം അവസാനിക്കേണ്ടതല്ലേ? എന്തു പറ്റി അമ്മോ പെട്ടെന്ന് നിനക്ക്? ഇല്ലത്തമ്മ അവളെ തട്ടി ഉണർത്തി. ഡോക്ടർ നമ്മുടെ ഇല്ലത്ത് വരണ കാര്യം പറഞ്ഞതോടെ നീ നിശബ്ദയായല്ലോ. നീ വിചാരിക്കും പോലെ പേടിക്കേണ്ട ആളുകളൊന്നുമല്ല അവർ. നീ തന്നെ പറഞ്ഞില്ലേ ആ ഡോക്ടർ എൻ്റെ കൈ പിടിച്ച് പടിയിറക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നുവെന്ന്. അതുതന്നെ അവരുടെ നന്മയ്ക്കൊരു തെളിവല്ലേ? അവർക്ക് അവരുടെ 2 കുട്ടികളും നഷ്ടപ്പെട്ടു. അതേ പ്രായത്തിലുള്ള നിന്നെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവും. അവർ ഉച്ചയൂണിന് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു മുത്തശ്ശീനെ. അതൊന്നും ആലോചിച്ച് നീ തലപ്പുണ്ടാക്കണ്ട. എല്ലാം ഞാനുണ്ടാക്കിക്കൊള്ളാം. നമ്മളൊരു ചമ്മന്തി അരച്ച് ചോറും തൈരും വിളമ്പിയാലും അവർക്ക് തൃപ്തിയാകും. അത്ര നല്ലവരവർ. അപ്പോഴേക്കും കാർ ഇല്ലത്തിൻ്റെ മുറ്റത്തെത്തിയിരുന്നു. അന്ന് രാത്രി തന്നെ പിറ്റേന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ തുടങ്ങി ഇല്ലത്തമ്മ. അമ്മുവിൻ്റെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. അച്ഛനെയും അമ്മയെയും എങ്ങനെയാണ് താൻ നേരിടുക? ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് 2 പേർക്കും ഈ മകളെ തിരിച്ചറിയാൻ കഴിയുമോ? അച്ഛനും അമ്മയ്ക്കും കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ബാലികയായ താനിപ്പോൾ ഒരു പെൺകുട്ടിയായി വളർന്നിരിക്കുന്നു. തൻ്റെ യഥാർത്ഥ പ്രായമല്ല കാണുന്നവർ മതിക്കുന്നത്. എന്നാലും തന്നെ പെറ്റ അമ്മയും നെഞ്ചിൽ കിടത്തിയൊരുക്കിയിരുന്ന അച്ഛനും മകളെ തിരിച്ചറിയാതിരിക്കുമോ? 12 മണിയായപ്പോഴാണ് ഇല്ലത്തമ്മ അടുക്കള അടച്ചത്. ഇനി 3 മണിക്കൂർ ഉറക്കം. അവർ അമ്മുവിനോട് പറഞ്ഞു. നിർമ്മാല്യം മുടക്കാൻ പറ്റില്ല. എൻ്റെ ഒപ്പം കുളിച്ചു പോരണം. അവൾക്ക് പക്ഷേ അന്ന് അല്പവും ഉറങ്ങാനായില്ല. മുത്തശ്ശിയെ വിളിച്ചുണർത്തിയത് അമ്മുവായിരുന്നു. നിർമ്മാല്യ ദർശനത്തിനായി നടക്കൽ കാത്തു നിൽക്കുമ്പോൾ അവൾ ഓർത്തു. ഈ മുത്തശ്ശിയോടൊപ്പം നാളെ മുതൽ ഈ നടക്കൽ താനുണ്ടാവില്ല. ഇന്ന് തൻ്റെ നിർമ്മാല്യ ദർശനം 41 നാൾ തികയുകയാണ്. ഇതുവരെയും അപ്പേടിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എങ്കിലും അതിന് വൈകില്ലെന്ന് അമ്മുവിന് ഉറപ്പുണ്ടായിരുന്നു. ദേവി തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ താൻ അച്ഛനോടും അമ്മയോടും ഒപ്പം ചേരും. അമ്മേ നാരായണ, ദേവി നാരായണ. കൂട്ടം നാമജപത്തോടെ നട തുറന്നതും അവളും മുത്തശ്ശിയും ശക്തമായൊരു പ്രവാഹത്തിൻ്റെ ഭാഗമായി. മുത്തശ്ശിയുടെ കൈപ്പിടിച്ച് ഭക്തജനങ്ങൾക്കൊപ്പം കീഴ്ക്കാവിലേക്കുള്ള നടകൾ ഇറങ്ങുമ്പോഴാണ് താഴെ നിന്ന് കുളത്തിൻ്റെ പടികൾ ഓടിക്കയറി ഒരു ചെറുപ്പക്കാരൻ വരുന്നത് അമ്മുവിൻ്റെ കണ്ണിൽപ്പെട്ടത്.
കുളിച്ചിട്ട് തോർത്താതെ അവൻ്റെ കഴുത്തറ്റം വളർന്ന മുടിയിഴകൾ ചുറ്റും വെള്ളം തെറിപ്പിക്കുന്നുണ്ടായിരുന്നു. ദേഹത്തൊട്ടി കിടക്കുന്ന ഒരു കാവ്യമുണ്ട് മാത്രമായിരുന്നു വേഷം. ആൾക്കൂട്ടത്തെ തട്ടിത്തെറിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ ആ യുവാവ് കുതിച്ചെടുത്തതും മുത്തശ്ശി സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് അമ്മു ഇല്ലത്തമ്മയെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അവൻ്റെ നനഞ്ഞ കൈ തട്ടി ആ പാവം വൃദ്ധ നടക്കല്ലിലേക്ക് വീണു കഴിഞ്ഞു. മുത്തശ്ശിയെ താങ്ങി പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ആ ചെറുപ്പക്കാരനോട് ഗർജിച്ചു. ഡാ, എന്ത് ദുഷ്ടനാടാ നീ! എൻ്റെ വയസ്സായ മുത്തശ്ശിയെ നീ തള്ളി വീഴ്ചില്ലേ, ഇഡിയറ്റ്! യുവാവ് നിന്നു. പിന്നെ ഓടി പടികളിറങ്ങി വന്ന് ഇല്ലത്തമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സോറി മുത്തശ്ശി, അല്പം മുമ്പാണ് ഞാനിവിടെ എത്തിയത്. നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് നടയടക്കും മുമ്പേ ദേവിയൊന്ന് തൊഴാനായി കുളിച്ചിട്ട് ഓടുകയായിരുന്നു ഞാൻ. സാരമില്ല മോനെ, ഇല്ലത്തമ്മ ഇടർച്ചയോടെ മന്ദഹസിച്ചു. പോയി നടയടക്കും മുമ്പേ നിർമ്മാല്യം ദർശിച്ചോളൂ. ആ ചെറുപ്പക്കാരനെ തന്നെ കണ്ണു ചിമ്മാതെ നോക്കി നിന്നിരുന്ന അമ്മു പെട്ടെന്ന് ഒരു കിതപ്പോടെ ചോദിച്ചു. ഇതെൻ്റെ അപ്പേട്ടനല്ലേ? ആ ചോദ്യം കേട്ടെന്ന് യുവാവ് അവളുടെ നേർക്ക് തിരിഞ്ഞു. പട്ടുപാവാടയും നീളം ജാക്കറ്റും അണിഞ്ഞ ഒരു പെൺകുട്ടി. തൻ്റെ അമ്മുവിൻ്റെ അതേ മുഖം. കുറച്ച് വർഷങ്ങൾ കടന്നുവെങ്കിലും ആ കണ്ണുകൾക്ക് വട്ടമുഖത്തിനും കോൽമുടിക്കുവൊന്നും ഒരു മാറ്റവുമില്ല. ഉയരം വെച്ചിട്ടുണ്ട്, മുടിക്ക് അല്പം നീളം വന്നിട്ടുണ്ട്. കൗമാരത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു തൻ്റെ അമ്മുക്കുട്ടി. അപ്പു ശരിക്കും കിതച്ചു പോയി. ഇതെൻ്റെ അമ്മുവാണോ? ശരിക്കും എൻ്റെ അമ്മു? ഒരു ദിവസം സ്കൂളിൽ നിന്ന് കാണാതായി എൻ്റെ കുട്ടി. അമ്മു പെട്ടെന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. അന്താളിപ്പിൽ ഇല്ലത്തമ്മ രണ്ടുപേരെയും മാറി മാറി നോക്കി. അതോടെ അപ്പു അവരോട് പറഞ്ഞു. മുത്തശ്ശി, ഞാൻ ഓടിപ്പോയി നിർമ്മാല്യം തൊഴുതിട്ട് വരാട്ടോ. ഈ പടിക്കെട്ടി തന്നെ ഉണ്ടാവണേ. അമ്മു, ഏട്ടനെ തപ്പിച്ച് ഇനിയും രക്ഷപ്പെടല്ലേ. നീ കൂടെയില്ലെങ്കിൽ ഞാനും ആ വീട്ടിലേക്ക് ഇനിയില്ല. പടിക്കെട്ടുകൾ ചാടിക്കയറി അവൻ മുകളിലേക്ക് ഓടി. അമ്മു! ഇല്ലത്തമ്മ അവളെ തഴുകി ചേർത്തു. മോളെ, ഞാൻ എന്തായി കേട്ടതെല്ലാം? ആ മോൻ നിൻ്റെ സ്വന്തം ഏട്ടനാണോ? അതേ മുത്തശ്ശി, അമ്മു വിതുമ്പി. എൻ്റെ എല്ലാമായ ഏട്ടനാ അത്. മോളുടെ ഏട്ടൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നു കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടനും അവിടുന്ന് പോയി. ഇപ്പോൾ ഇവിടെ വെച്ച വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏട്ടനെ കാണുന്നത്. മോളെന്തിനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? അത് തെറ്റല്ലേ? ഞാൻ ചെയ്തത് തെറ്റാണോന്ന് എനിക്കറിയില്ല മുത്തശ്ശി. എൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതോടെ ഞാൻ അച്ഛൻ്റെ ഒപ്പവും ഏട്ടൻ അമ്മയുടെ ഒപ്പവുമായി. എന്നെയും ഏട്ടനെയും സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ വയ്യാത്ത വേദനയായി അത്. ആരായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും? രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു മുത്തശ്ശി. അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അച്ഛമ്മയ എന്നെ അമ്മയില്ലാത്ത ദുഃഖമറിയിക്കാതെ വളർത്തിയത്. അച്ഛമ്മ മരിച്ചപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടായ സിൻഡ്രല്ല ആൻറ്റി എൻ്റെ സംരക്ഷണത്തിനായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ ഡോക്ടർ സിൻഡ്രല്ല താമസിച്ചിരുന്ന വീട്ടിലെ സെർവൻ്റ് ആയിരുന്നില്ലേ മോൾ? അല്ല, അതൊക്കെ ഞാൻ കളവ് പറഞ്ഞതാ. വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഞാൻ ഒരുപാട് കളവുകൾ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നെ ഉപയോഗിച്ച എൻ്റെ ഏട്ടൻ സിൻഡ്രല്ല ആൻറ്റിയെ പുറത്താക്കിച്ചത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നിക്കാൻ വേണ്ടിയാണ് ഏട്ടൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടും അവർ ഒന്നിച്ചില്ല. സിൻഡ്രല്ല ആൻറ്റി പോയതോടെ അച്ഛന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എന്നെ സ്കൂൾ ഹോസ്റ്റലിലാക്കി. അമ്മയുടെ സ്നേഹത്തിനായി ഞാൻ അപ്പോഴൊക്കെ വല്ലാതെ കൊതിച്ചിരുന്നു. എന്നിട്ടും എൻ്റെ അമ്മ ഒരിക്കൽ പോലും എന്നെ ആ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചില്ല. അമ്മയോടുള്ള ദേഷ്യത്തിലാണ് സ്കൂളിൽ എന്നെ കാണാൻ വന്ന ഒരു ആൻറ്റിയോടൊപ്പം ഞാൻ പോയത്. ആ ആൻറ്റിക്ക് എൻ്റെ പ്രായവും ചായമുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. മോളെ, ഇല്ലത്തമ്മ അമ്മുവിനെ സ്വന്തം നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. നീ വീട് വിട്ടു പോയത് ഒരു തെറ്റല്ല. കളവുകൾ പറഞ്ഞതും തെറ്റല്ല. തെറ്റ് ചെയ്തത് ഭർത്താവിനോടുള്ള വാശിക്ക് മകളെ വിട്ടുകൊടുത്ത ആ അമ്മയ. ഡോക്ടർ ഉമാ മഹേശ്വരിയെ പോലൊരു സ്ത്രീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മു ഞെട്ടലിൽ മുഖമുയർത്തി മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശിക്ക് എൻ്റെ അമ്മയെ മനസ്സിലായി ഇല്ലേ? മോളൊരു കടങ്കഥ പറഞ്ഞു. മുത്തശ്ശി അതിനുത്തരം പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അപ്പു ഓടി ഇറങ്ങി വന്ന് അവർക്കരികിലിരുന്നു. ഇനി നമുക്ക് പോവാം. എവിടേക്കാന്ന് വെച്ചാൽ. അവൻ കിതച്ചു. നമ്മൾ പോണത് ഈ മുത്തശ്ശിയുടെ ഇല്ലത്തേക്കാ. അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കൈപ്പിടിച്ച് ഇല്ലത്തമ്മ എഴുന്നേറ്റു. ഇല്ലത്തേക്കുള്ള യാത്രയിൽ അപ്പു പറഞ്ഞു. ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരില അമ്മു ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നെ ആരും കാണാതിരിക്കാൻ ഓടുന്ന തീവണ്ടിയുടെ വാതിലിനിടയ്ക്ക് നിൽക്കുമ്പം കാറ്റിൽ താനെ വാതിലടഞ്ഞ് ഞാൻ താഴെ വീണു. കുറേ നാൾ ഹോസ്പിറ്റലിൽ ബോധമില്ലാണ്ട് കിടന്നു. ബോധം വീണപ്പോൾ അവിടെയും പോലീസ് എത്തി. ഉടനെ ഞാൻ അവിടെ നിന്ന് മുങ്ങി. അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ സപ്ലയർ പണിക്ക് നിൽക്കുമ്പോഴാണ് അമ്മ കൊടുത്ത പത്രയറിയിപ്പ് ഞാൻ കണ്ടത്. അതോടെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഈ ക്ഷേത്രത്തിലെ ഭജന ടീമിൻ്റെ ഒപ്പമായിരുന്നു കുറേ നാൾ. നീ വീട്ടിലില്ലാത്തതുകൊണ്ട് അവിടേക്ക് പോകണ്ടെന്ന് ഞാൻ വെച്ചു. സാരില്ല ഏട്ടാ, അമ്മ പുഞ്ചിരിച്ചു. ഇന്ന് അച്ഛനും അമ്മയും ഇവിടുത്തെ ദേവിയെ തൊഴാൻ വരും. അച്ഛനും വരുമോ? അവന് അത്ഭുതമായി. അച്ഛന് വടികുത്തി നടക്കാൻ പറ്റുമോ ഏട്ടാ? അച്ഛൻ സംസാരിക്കാനും തുടങ്ങി. ഉച്ചപൂജ സമയത്താണ് ഇല്ലത്തമ്മയ്ക്ക് ഉമയുടെ ഫോൺ വന്നത്. അപ്പുവിനെയും അമ്മുവിനെയും കൂട്ടി ആ അമ്മ നടക്കിലെത്തി. തൊഴുത് ഇറങ്ങുന്നവരുടെ തിരക്കിനിടയിൽ കുട്ടികൾ അവരുടെ അച്ഛനെയും അമ്മയെയും കണ്ടു. അമ്മ അച്ഛൻ്റെ കൈ പിടിച്ച്. അച്ഛാ, അമ്മേ! അമ്മുവാണ് ആദ്യം ഓടിയത്. അവളെ കണ്ടതും ബാലു കുനിഞ്ഞു മകളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അപ്പവും അവർക്കരികിലെത്തി. നിങ്ങളെങ്ങനെയാ മക്കളെ ഇവിടെ വന്നത്? നിറഞ്ഞു തുളുമ്പുന്ന മിഴികളോടെ ഉമ്മ തിരക്കി. അമ്മു തിരിഞ്ഞ് ഇടറി നടന്നു വരുന്ന മുത്തശ്ശിയെ ചൂണ്ടി. ഇല്ലത്തമ്മ അവർക്ക് അരികിലെത്തിയപ്പോഴേക്കും അപ്പുവും അമ്മുവും തങ്ങളുടെ തിരോധാന കഥകൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു.
അവരുടെ അരികിലെത്തിയ ഇല്ലത്തമ്മ ഉമ്മയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, എല്ലാം ദേവി നടത്തി തരുമെന്ന്. ഇനി മനസ്സറിഞ്ഞ് ജപിച്ചോളൂ. അമ്മേ നാരായണ, ദേവി നാരായണ. ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു.